അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിലതൊക്കെ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ട് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക, ഒന്നും പ്രതികരിക്കാതിരിക്കുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും. ഒന്ന് കണ്ടു നോക്കൂ. ഞാനതായാലും അത് മുഴുവനായി കാണിക്കുന്നില്ല, ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനത് ആദ്യം കണ്ടപ്പോൾ കരുതിയത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ അവരുടെ അമ്പലത്തിൽ എന്തെങ്കിലും ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആരാധനയുടെ ഭാഗമായി നടത്തപ്പെടുന്ന എന്തോ ഒരു സംഭവമായിരിക്കും എന്നാണ് കരുതിയത്. ഈ തെയ്യം എഴുന്നള്ളിപ്പ് പോലെയുള്ള എന്തോ ആയിരിക്കും എന്നാണ് ആദ്യം കരുതിയത്. പിന്നെയാണ് ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇത് അത്തരത്തിലൊന്നല്ല. ഇത് ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു പരിപാടിയായിരുന്നു എന്ന്. മുസ്ലിം കുടുംബത്തിലെ വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയാണത്രേ ഇത്. വരനെ ഒരു തെയ്യത്തെ പോലെ അണിയിച്ചൊരുക്കി സുഹൃത്തുക്കളൊക്കെ അത്തരത്തിലുള്ള വേഷം വിധാനങ്ങളൊക്കെ അണിഞ്ഞ് മുഖത്തൊക്കെ എന്തൊക്കെയോ ചായമൊക്കെ വാരിത്തേച്ച് കറുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് ശബ്ദകോലാഹലങ്ങളുമായി വരനെ വധുവിൻ്റെ വീട്ടിലേക്ക് ആനയിക്കുന്ന കാഴ്ചയാണത്രേ ഇത്. നഊദുബില്ലാ, എത്രമാത്രം ലജ്ജാകരമാണ്, എത്രമാത്രം മോശമാണിത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും അല്ല പറയുന്നത്. ഇത്തരത്തിൽ പല നിലക്കും കല്യാണ വീടുകളിൽ നമ്മൾ പലതും കാണാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, വിവാഹം എന്നാൽ ഇസ്ലാമിൽ എന്താണ്? ഒരു നിസ്സാരമായി കാണേണ്ടുന്ന ഒന്നാണോ? ഇത്തരത്തിൽ ആഭാസമാക്കേണ്ടുന്നതാണോ? ഈ വിവാഹം എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു ആരാധനാ കർമ്മമാണ്, ഒരു ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്ത്, മുത്തുനബിയുടെ ഒരു സുന്നത്താണ്. അതിനെ അതിൻ്റെ പവിത്രതയോടുകൂടെ കാണേണ്ടതല്ലേ? അതിനെ ഒത്തിരി ബഹുമാനത്തോടുകൂടെ കാണേണ്ടതല്ലേ? ഇങ്ങനെ ആഭാസമാക്കേണ്ടതാണോ നിക്കാഹ് കർമ്മം എന്ന് പറയുന്നത്? മുത്തുനബിയുടെ മാതൃക, മുത്തുനബിയുടെ മകളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ വിവാഹത്തിൻ്റെ സമയത്ത് ഈ വരൻ്റെ കൈ പിടിച്ച് വധുവിൻ്റെ ഉപ്പയുടെയും വരൻ്റെ കയ്യും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉസ്താദ് നമുക്കിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ഉസവ്വിജുക്ക, അപ്പോൾ അലാമ അമറല്ലാഹു ബിഹി എന്നിങ്ങനെ ഉസ്താദ് പറഞ്ഞു തരും. അപ്രകാരം വധുവിൻ്റെ ഉപ്പതങ്ങ് പറയും, ഉസവ്വിജുക്ക അലാമ അമറല്ലാഹു ബിഹി മിൻ ഇംസാക്കിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ എന്നിങ്ങനെ പറയും. അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് വരം പറയും, ഖബിൽതു മിൻക, അങ്ങനെ സവ്വജത്തുക വൻകഹ്തുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വരം പറയും, ഖബിൽതു മിൻക നിക്കാഹഹ വ തസ്വീജഹ എന്നൊക്കെ പറയും. അല്ലേ? എന്താണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബി, അല്ല കൽപ്പിച്ചതുപോലെ, അല്ല നിർദ്ദേശിച്ചതുപോലെ ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. നീ ഇനി അതുപോലെ ജീവിക്കണം, അതുപോലെയാണ് പെരുമാറേണ്ടത്. ഈമാനോടുകൂടെ അല്ലെങ്കിൽ ഇസ്ലാമികമായി നിങ്ങൾ വിവാഹ ജീവിതം നടത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെയാണ് ഖബിൽതു, ഞാൻ സ്വീകരിച്ചു, റളീതു, ഞാൻ തൃപ്തിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ വരനെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഈ മോശമായ പ്രവർത്തനങ്ങൾ, നിക്കാഹിനോട് ഒരു നിലക്കും യോജിക്കാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുക? എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക? കാരണം ഇസ്ലാമിലൊരു പവിത്രമായൊരു കർമ്മം, ഒരു ഇബാദത്തായുന്ന ഒരു കർമ്മം, മുത്തുനബിയുടെ ഒരു സുന്നത്ത്, ആ സുന്നത്തിനെ ഇത്രമാത്രം മോശമായി ചിത്രീകരിച്ചിട്ട് എങ്ങനെ ആ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനാണ്? ഇത്തരത്തിൽ പുതിയപ്പിള്ളാർ വരുമ്പോൾ അവരെ തിരുത്തേണ്ടുന്ന പലർക്കും അതിൻ്റെ ബാധ്യതയുണ്ട്. ഒന്ന്, ഒരിക്കലും കൂട്ടുകാരായാലും ആരായാലും ഇത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല. വരൻ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞാൽ നിന്ന് കൊടുക്കാൻ പാടില്ല, വേണ്ട എന്ന് പറയണം, ഇറങ്ങിപ്പോകാൻ പറയണം. നല്ല നിലക്കാണെങ്കിൽ പോരെ. എന്തിനാണ് ഒരു വിവാഹ കർമ്മം ഇത്രമാത്രം മോശമാക്കുന്നത്? നമ്മുടെ സമുദായത്തെ മൊത്തം പറയിപ്പിക്കാൻ. സഹോദര സമുദായങ്ങളിൽ, മറ്റു സമുദായങ്ങളിൽ ഇത്രമാത്രം അവർ കല്യാണങ്ങളെ ആഭാസമാക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രമാത്രം പവിത്രതയോടുകൂടിയാണ് ഹൈന്ദവരാണെങ്കിൽ അമ്പലത്തിൽ പോയി അവർ വിവാഹം കഴിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയാണെങ്കിലും അവർ വീട്ടിനകത്തൊരു അമ്പലം പോലെയൊക്കെയുള്ളൊരു സെറ്റപ്പൊക്കെ അവിടെ ചെയ്ത് എത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. ക്രൈസ്തവരാണെങ്കിൽ അവരുടെ പള്ളിയിൽ പോയി എത്രമാത്രം മനോഹരമായിട്ടാണ് അവർ ഈ കർമ്മമൊക്കെ നടത്തുന്നത്. എന്നിട്ട് അതിന് ശേഷവും ഒരിക്കലും ഇത്തരത്തിലുള്ള ആഭാസമൊന്നും പലപ്പോഴും സഹോദര സമുദായങ്ങളിലെ വിവാഹങ്ങളിൽ പലപ്പോഴും കാണാറില്ല. പക്ഷേ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമ സമുദായമാണ് എന്ന് പറയുന്ന നമ്മുടെ സമുദായത്തിലെ ആളുകളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത് വല്ലാത്ത മോശത്തരം തന്നെയാണ്. ഈ
ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ആ നാട്ടിലെ കാരണവന്മാർ അനുവദിക്കാൻ പാടില്ല. ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റിക്കാരൊരിക്കലും ഇതിനൊന്നും അനുവദിക്കാൻ പാടില്ലായിരുന്നു. ശക്തമായി ഇത്തരം കാര്യങ്ങൾക്കെതിരെ അവർ പ്രതികരിക്കണമായിരുന്നു. ഇനി അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 2 വർഷം മുമ്പ് നമ്മുടെ ആദ്യത്തെ ചാനലിൽ കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു നിക്കാഹിൽ ഒരു പുതിയപ്പള വന്ന ഒരു വളരെ മോശമായി വന്ന ഒരു വിഷയം ഞാൻ അതേക്കുറിച്ചൊന്ന് പ്രതികരിച്ചപ്പോൾ ആ പുതിയപ്പളയുടെ ഉപ്പയും അതുപോലെ അവരുടെ കുടുംബത്തിലെ ചിലരൊക്കെ എന്നെ ഫോണിൽ വിളിച്ചിട്ട് കുറേ പറഞ്ഞു, ഞങ്ങൾ ഇഷ്ടമല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടത്തും, അതെന്തിനാ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ചൂടായത് ഓർമ്മയുണ്ട്. ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യുക, അതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ ഭീഷണിപ്പെടുത്തുക, എന്തും ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, ഇസ്ലാമികമായി തന്നെ കാര്യങ്ങൾ ചെയ്യണ്ടേ. നിങ്ങൾ ഒരാളിത് ചെയ്യുമ്പോൾ ഇത് അനുകരിക്കാൻ വീണ്ടും അടുത്ത ആളുകൾ തയ്യാറാവുകയാണ്. കുറച്ച് കുറഞ്ഞതായിരുന്നു ഇത്തരം സംഭവങ്ങളൊക്കെ. കുറച്ച് മുമ്പൊക്കെ ശവപ്പെട്ടിയിൽ പുതിയപ്പള വരുന്നതും JCBയിൽ വരുന്നതും വളരെ മോശമായ രീതിയിൽ പുതിയപ്പളയെ അല്ലെങ്കിൽ വധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പല ചിത്രങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു. പക്ഷെ വീണ്ടും ഇത്തരത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ പലരും വീണ്ടും ഇതിങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായി പോകും. ഇപ്പം തന്നെ പലപ്പോഴും പല വിവാഹ വീടുകളിൽ നടക്കുന്നത് അല്ലെങ്കിൽ വിവാഹ പന്തലുകളിൽ നടക്കുന്നത് പലതും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാലും പലതും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വളരെ വളരെ ഓവറായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, ചെറുപ്പക്കാരെ, വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പലയിടത്തും എന്തൊക്കെയാണ് നടക്കുന്നത്. വിവാഹത്തിൻ്റെ അന്ന് വരനും വധുവുമായി സ്റ്റേജിൽ അന്യ ആണുങ്ങൾക്ക് മുന്നിൽ ഡാൻസ് ചെയ്യുന്നു. പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ആസ്വദിക്കാൻ വേണ്ടി നിർത്തിക്കൊടുക്കുന്ന എത്രയോ സംഭവങ്ങൾ. ഇതുപോലെ പല നിലക്കുമുള്ള തോന്നിയവാസങ്ങൾ, പാട്ടും കൂത്തുമായി കല്യാണങ്ങളെ ആഭാസമാക്കുമ്പോൾ, ആരാധനകളാകേണ്ടുന്ന കല്യാണങ്ങളെ, വിവാഹങ്ങൾ ആഭാസമാക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. മുത്തുനബിയുടെ സുന്നത്താണ്. മുത്തുനബിയുടെ മകൾ ഫാത്തിമയുടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രമാത്രം ലാളിത്യത്തോടുകൂടെയായിരുന്നു ആ വിവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ അത്രയാണ്, ആർഭാടമാക്കേണ്ട. നമുക്ക് അള്ളാഹു കുറച്ച് സമ്പത്തും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ റബ്ബിനെ മറന്നുകൊണ്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല. ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ പറയും ഇതൊക്കെ സുന്നി കുടുംബത്തിൽ, അങ്ങനെയാണ് ചിലരുടെയൊക്കെ വിചാരം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടതിൻ്റെ താഴെയുള്ള ചില കമൻറ്റുകളൊക്കെ വായിച്ചപ്പോഴും അവിടെയൊക്കെ കാണുന്നുണ്ട് ഇത്രയും കിടക്കുന്നത് സുന്നി കുടുംബങ്ങളിലാണ്. അങ്ങനെ ഇത് സുന്നി കുടുംബങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ കോഴിക്കോട് ജില്ലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതൊരു നല്ലൊരു മുജാഹിദ് കുടുംബത്തിലേ ആയിരുന്നു. അവിടെ നിക്കാഹിൻ്റെ സദസ്സിൽ പ്രഭാഷണം നടത്തിയത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കാണാറില്ല. ഇത്തരം സംഭവങ്ങൾക്കെതിരെയൊക്കെ ശബ്ദിക്കാറുള്ള ഒരു മൗലവിയാണ് അന്ന് അവിടെ നിക്കാഹിന് പ്രഭാഷണം നടത്തിയിരുന്നത്. ആ കുടുംബത്തിലാണ് ഞാനീ പറഞ്ഞ ഈ ഒരു തോന്നിയവാസം നടന്നത്. അതിപ്പോൾ ആ മൗലവിയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം അതിന് ഉത്തരവാദിയാണ് എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു തരുന്നു. മറിച്ച് ഇത് സമ്പത്ത് കുറച്ച് കൂടിയപ്പോൾ അല്ലെങ്കിൽ സൗകര്യം കൂടിയപ്പോൾ പലയിടത്തും പല കുടുംബങ്ങളിൽ നിന്ന് കാണുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള വിവാഹ വേദികളിലെ ഈ ആഭാസങ്ങൾ, മോശത്തരങ്ങൾ. ഏതായാലും ഇത് വളരെയേറെ മോശമായ ഒന്നാണ്. ഇബാദത്താണ് നിക്കാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, മുത്തുനബിയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിൻ്റേതായ ആ ഒരു ബഹുമാനത്തോടുകൂടെ പവിത്രതയോടുകൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. നമ്മുടെ ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കമാണല്ലോ നിക്കാഹ്, വിവാഹം. അവിടെ ഈ തോന്നിയവാസവുമായി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവാനാണ്? എങ്ങനെ ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനാണ്? എങ്ങനെ റബ്ബിൻ്റെ കാവലുണ്ടാവാനാണ്? എങ്ങനെയാണ്? നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വിവാഹബന്ധം വേർപിരിയുന്ന, അല്ലെങ്കിൽ ഭർത്താവിനെ ഭാര്യ ചതിച്ചു, ഭാര്യയെ ഭർത്താവ് ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്ന എത്ര സംഭവങ്ങൾ നമ്മൾ ദിനേന കേൾക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് അതിന് കാരണമായേക്കാം. കാരണം തുടക്കത്ത് ബറക്കത്തില്ലെങ്കിൽ, തുടക്കത്തിൽ അതിൽ റബ്ബിൻ്റെ ദേഷ്യത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നുവെങ്കിൽ പിന്നെ അവിടെ റബ്ബിൻ്റെ കാവലുണ്ടാവില്ലല്ലോ. അപ്പോൾ
നമ്മൾ ശ്രദ്ധിക്കുക. വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആഭാസമാക്കേണ്ടതല്ല. അത് ഒരു ആരാധനയുടെ ഭാഗമാണ്. മുത്തുനബിയുടെ തിരുസുന്നത്താണ്. അതിൻ്റെതായ മഹത്വമുണ്ട്, അതിൻ്റെതായ പവിത്രതയുണ്ട്. ഇങ്ങനെയൊന്നും കാണിച്ചു കൂട്ടരുത്. അതൊരിക്കലും നമ്മുടെ മതത്തിന് നമുക്കൊരിക്കലും യോജിച്ച ഒന്നല്ല. മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടുന്ന രീതിയിൽ വിവാഹം കഴിക്കേണ്ടവരാണ് നമ്മളെല്ലാം. അള്ളാഹു നമുക്ക് നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.